വിമാനം റദ്ദാക്കിയതിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം. രാവിലെ 7:30 പുറപ്പെടേണ്ട എയർ ഇന്ത്യ മസ്കറ്റ് വിമാനമാണ് റദ്ദാക്കിയത്. അവസാന നിമിഷമാണ് വിമാനം റദ്ദാക്കിയത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ യാത്രക്കാർ ഇപ്പോഴും പ്രതിഷേധത്തിലാണോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ രാഗി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പ്രതിഷേധമൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു യാത്രക്കാരനുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിനൊന്നും തയ്യാറായിരുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് അവർ പറയുന്നത്. 7:30 പുറപ്പെടേണ്ട എയർ ഇന്ത്യ മസ്കറ്റ് വിമാനമാണ് റദ്ദാക്കിയത്. അവസാന നിമിഷമാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയത്. ടിക്കറ്റുകൾ 17ലേക്ക് മാറ്റിയെന്നായിരുന്നു എയർ ഇന്ത്യ അധികൃതർ നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത്. പ്രധാനമായും തിരിച്ച്, അതായത് അവരുടെ ജോലി സ്ഥലത്തെത്തി അവിടെ ജോലിയിൽ കയറേണ്ട ആളുകളായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിമാനം റദ്ദാക്കിയത് എന്നതിനെ സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള വിശദീകരണത്തിനും അധികൃതർ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, പകരം മറ്റൊരു ബദൽ ഒരു സംവിധാനവും ഇവർക്ക് ഒരുക്കുകയോ മറ്റു നിർദ്ദേശങ്ങളോ നൽകിയില്ല എന്നൊരു ആരോപണമാണ് ഉയർന്നു ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം, അത്യാവശ്യമായി പോകേണ്ടവരാണ് അവർ. പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരും അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾ ചെയ്തു തീർക്കേണ്ടവരുമാണ്. ഇത്തരത്തിൽ ഈ വിമാനം റദ്ദാക്കുമ്പോൾ ഒന്നെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാവണം, അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശം നൽകണം എന്നൊരു കാര്യം തന്നെയാണ് ഈ യാത്രക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാഗി, ദിസ്ന തുടരുക. ഈ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന യാത്രക്കാരനാണ് അജിത്ത്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിത്ത്, ഇന്ന് രാവിലെ 7:30 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് ഒടുവിൽ നിങ്ങൾക്ക് അടക്കമുള്ള യാത്രക്കാർക്ക് ലഭിച്ച വിവരം, അതും അവസാന നിമിഷം ലഭിച്ച അറിയിപ്പ്, ഈ വിമാനം റദ്ദാക്കി, ഈ സർവീസ് റദ്ദാക്കി എന്നുള്ളതാണ്. 17ലേക്ക് മാറ്റി എന്ന് പറയുന്നു. താങ്കളെ സംബന്ധിച്ചിടത്തോളം 17-ാം തീയതി പോയാൽ മതിയോ? കാരണം നിരവധി യാത്രക്കാർ അവരുടെ ജോലി ആവശ്യാർത്ഥമൊക്കെ എത്രയും വേഗം അവിടെ എത്തേണ്ടവരാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് എങ്ങനെയാണ് ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്ക് താങ്കൾ എന്താണ് പറയുന്നത്? ഇത് ബാധിക്കത്തുള്ളൂ, അല്ല ജോലി അല്ലാതെ അവര് നമുക്ക് കൃത്യതയോടെ ഒരു വിവരമോ അതിനനുസരിച്ചൊരു ഡീറ്റെയിലോ അവര് തരുന്നില്ല. നമ്മൾ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം തന്നെയാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്നുള്ള മെസ്സേജ് പോലും നമുക്ക് തരുന്നത്. ഇത് നമ്മളെ സാരമായി ബാധിക്കുന്നു. നമ്മളെപ്പോലെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഓരോ ദിവസം കറക്റ്റ് ലീവിന് ഷെഡ്യൂൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറേണ്ടവരാണ്. നമുക്ക് പ്രോപ്പറായ ഇൻറ്റിമേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മുടെ ജോലിയെ തന്നെ സാരമായി ബാധിച്ചേക്കാം. അതായത് 7:30 പുറപ്പെടേണ്ട വിമാനമാണ്. എപ്പോഴാണ് ഈ വിമാനം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട്? 8:25 പുറപ്പെടേണ്ടതാണ്, 7:30 അല്ല 8:25. 8:25 പുറപ്പെടേണ്ടിരുന്ന വിമാനം എത്ര മണിക്കാണ് നിങ്ങൾക്ക് യാത്രക്കാർക്ക് ഈ വിമാനം റദ്ദാക്കിയെന്നുള്ള അറിയിപ്പ് കിട്ടുന്നത്? ഞാൻ അവിടെ 3:45 രാവിലെ എത്തിയാണ്. കൊല്ലത്ത് രാവിലെ ചെയ്ത് അവിടെ എത്തിയതാണ്. എത്തിയിട്ട് പോകാനായിട്ടുള്ള ഇത് നിൽക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് IX549 എന്ന് പറഞ്ഞ വിമാനം മസ്കറ്റ് ട്രിവാൻഡ്രം ടു മസ്കറ്റ് ക്യാൻസൽ ആയെന്ന് അറിയുന്നത്. അതായത് കൊല്ലത്ത് നിന്ന് ഈ വിമാനത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തി വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിച്ചും കഴിഞ്ഞു, ചെക്കിനും കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയത്. ശരി ശരി. അപ്പൊ നിങ്ങൾ ഇത് സംബന്ധിച്ച് തിരക്കിയിരുന്നോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റദ്ദാക്കൽ? തിരക്കിയപ്പോ അവര് പറഞ്ഞത് അവര് പ്രോപ്പറായിട്ട് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്തേക്കുന്നത് 17 മുതൽ 21 വരെ റീഷെഡ്യൂൾ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ അല്ല അവർ തന്നേക്കുന്നത്. എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവര് കണക്ഷൻ പറയുകയാണെങ്കിൽ പോലും ഇവിടുന്ന് ബാംഗ്ലൂർക്ക് കണക്ഷൻ ഫ്ലൈറ്റ് തരും. അവിടെ ലേ ഓവർ കഴിഞ്ഞ് നാളെ വീണ്ടും തിരികെ കൊച്ചിയിൽ വന്നു സീറ്റ് അവൈലബിലിറ്റി നോക്കി നമ്മളെ വിടുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അതായത് ഒരു ഉറപ്പില്ലാത്ത ഒരു അല്ലേ, അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ നമ്മളോട് വ്യക്തമായ അത് എയർപോർട്ട് അതോറിറ്റി ചോദിച്ചപ്പോൾ അവിടെ ഒരു സ്റ്റാഫേ ഉള്ളൂ, അവരോട് ചോദിക്കുന്നതാണ് എയർപോർട്ട് അതോറിറ്റി നമ്മളോട് പറഞ്ഞത്. മറ്റുള്ള യാത്രക്കാരൊക്കെ എന്താണ് അജിത്ത് പറയുന്നത്? മറ്റുള്ള യാത്രക്കാരെന്ന് പറയാനായിട്ട് മാഡം അവിടെ ആരും ഇതിനു വേണ്ടി പ്രതികരിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. സംസാരിച്ച ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഹലോ, കേൾക്കുന്നുണ്ട്. സംസാരിച്ച ആൾക്കാർ പോലും ചുരുക്കമാണ്. എന്നെ പോലെ വളരെ അത്യാവശ്യമായിട്ട് പോകേണ്ട കുറച്ച് ആൾക്കാർ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അജിത്ത് അവിടെ ജോലിയിലാണോ? ഞാൻ ജോലിയാണ്, ഞാൻ റിക്കിലാണ് ജോലി. എന്നായിരുന്നു ജോലിക്ക് തിരികെ പ്രവേശിക്കേണ്ടിയിരുന്നത്? എനിക്ക് ഇന്നാണ്. ഞാൻ ഇന്ന് വന്നു. എന്റെ ബ്രദറും ഉണ്ട്. ബ്രദറിന് ഇന്ന് റിക്കിൽ തിരിച്ചു കയറേണ്ടതാണ്.
ഇനിയിപ്പോൾ അല്ലെ ഒരു ഔദ്യോഗികമായ ഓഫീസിലേക്ക് അറിയിക്കണം ഇത്തരത്തിലൊരു വിമാനം. നമ്മള് ഓഫീസിലേക്ക് ഇനി എന്താന്നുള്ളത് എനിക്കറിയില്ല, എന്താന്നുള്ളത് നമുക്ക് വേണ്ടി നോക്കാം. തീർച്ചയായും. എന്തായാലും അജിത്തിനെ പോലുള്ള നിരവധി യാത്രക്കാരാണ് അവിടെ യാതൊരു വഴിയുമില്ലാതെ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിമാനം റദ്ദാക്കിയതിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ ഇത്തരത്തിൽ അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നത്. അജിത്ത് എന്ന യാത്രക്കാരനാണ് നമുക്കിപ്പം ചേർന്നത്. ഇന്ന് രാവിലെ 8:25 പുറപ്പെടേണ്ട എയർ ഇന്ത്യ മസ്കറ്റ് വിമാനമാണ് അവസാന നിമിഷം റദ്ദാക്കിയത്. ഇത്തരത്തിൽ അവസാന നിമിഷമാണ് ഈ യാത്രക്കാർക്ക് ഈ വിമാനം റദ്ദാക്കി എന്നുള്ള വിവരം ലഭിച്ചത് എന്നുള്ളതാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഇവർ 17-ാം തീയതി ഇനി ഒരു റീഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. പക്ഷേ പല യാത്രക്കാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ട ദിവസമാണ് നാളെ. പക്ഷേ ഇത്തരത്തിൽ അവസാന നിമിഷം ലഭിക്കുന്ന സന്ദേശം ആ യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ദിസ്നയിലേക്ക് പോകാം. ദിസ്ന, അജിത്ത് എന്ന ആ യാത്രക്കാരൻ അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനുമുണ്ട്. സഹോദരന് ഉടനടി ജോലിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യമുണ്ട്. ആ ജോലി പോലും അവതാളത്തിലാകുന്ന രീതിയിലാണ് ഇത്തരത്തിൽ വിമാന അധികൃതരുടെ നിലപാട് കൊണ്ട് അവർ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എങ്കിലും യാത്രക്കാരെല്ലാം തന്നെ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കൃത്യമായ ഒരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ദിസ്ന. തീർച്ചയായും രാഗി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 8:25 പോകേണ്ട വിമാനത്തിലെ യാത്രക്കാരനാണ് അജിത്ത്. അറിയാം, അതായത് പുറത്തേക്ക് പോകുന്നത് തന്നെ ജീവിതത്തിൻ്റെ കൃത്യമായ ജോലി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇനി കമ്പനിയിൽ ഉൾപ്പെടെ അതിനുള്ള വിശദീകരണം നൽകേണ്ടി വരും. സാധാരണക്കാരായ ആളുകൾ ഇത്തരത്തിൽ എയർ ഇന്ത്യയൊക്കെ ആശ്രയിക്കുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിവരവും ഇവരെ അറിയിച്ചില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എന്ത് എന്നതാണ് ഈ യാത്രക്കാരൻ പങ്കുവച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെയാണ് എത്തുക എന്നുള്ളതും സംബന്ധിച്ച ഒരു വിശദീകരണവും അവർക്ക് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ നിരവധി യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ ഉണ്ടായത്. ചിലർ പ്രതികരിക്കുകയും ചിലർ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തു എന്ന് തന്നെ ആ കൂടെയുണ്ടായിരുന്ന യാത്രക്കാരൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അത്തരത്തിലൊരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് അവരുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കുകയോ അതിനെപ്പറ്റി നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുകയോ പോലും അധികൃതർ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ആ യാത്രക്കാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഇന്ന് പുറപ്പെടേണ്ട വിമാനമാണ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. മാത്രമല്ല റദ്ദാക്കി എന്നൊരു വിവരം യാത്ര പുറപ്പെടേണ്ട അരമണിക്കൂർ മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സെക്യൂരിറ്റിയാണ് ഇത്തരത്തിൽ അവരെ അറിയിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇനി എങ്ങനെയെന്നത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടിരിക്കുന്നത്. അടുത്ത മാസം, അതായത് ഈ മാസം തന്നെ 17ലേക്ക് മാറ്റി എന്നൊരു വിശദീകരണം മാത്രം നൽകാനാണ് അല്ലെങ്കിൽ നിരവധി യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയ സംഭവം തന്നെയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് യാത്രക്കാരുടെ പ്രതിഷേധം. രാവിലെ 8:25 പുറപ്പെടേണ്ട എയർ ഇന്ത്യ മസ്കറ്റ് വിമാനമാണ് റദ്ദാക്കിയത്. അവസാന നിമിഷം മാത്രമാണ് യാത്രക്കാരെ ഈ വിവരം അറിയിച്ചത് എന്നുള്ളതാണ്. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.